ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകത്വവാദികളായ ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നുബുവത്ത് വാദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച തുലൈഹയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ പിന്നീട് തുലൈഹ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നുബുവത്ത് വാദിച്ച കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ കുറിച്ചിട്ടാണ്. മുസൈലിമയുടെ യഥാർത്ഥ നാമം മുസൈലിമത്ത് ബിൻ ഹബീബ് അൽ ഹനഫി എന്നും അതേപോലെ തന്നെ മുസൈലിമത്ത് ബിൻ സുമാമത്ത് ബിൻ കസീർ ബിൻ ഹബീബ് അൽ ഹനഫി എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുസൈലിമ അറിയപ്പെട്ട പേര് മുസൈലിമത്തുൽ കദ്ദാബ്, പെരുങ്കള്ളനായ മുസൈലിമ എന്ന രൂപത്തിലാണ്. ഈ മുസൈലിമ ജനിക്കുന്നതും വളരുന്നതും യമാമയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഹിജറ 9-ാം വർഷം ആമുൽ മുഫൂദിന്റെ കാലഘട്ടമാണ്. അഥവാ ഓരോ സംഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിൽ വന്ന് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംഘങ്ങളായി വന്ന കൂട്ടത്തിൽ ബനു ഹനീഫ ഗോത്രം വരുന്നുണ്ട്. ഈ ബനു ഹനീഫ ഗോത്രത്തിൽ നബിയുടെ അടുത്തേക്ക് മദീനയിലെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഈ മുസൈലിമയും ഉണ്ടായിരുന്നു. എന്നാൽ മുസൈലിമ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മുസൈലിമ മദീനയിലെത്തിയപ്പോൾ അയാളുടെ സ്വഭാവം മാറുകയാണ്. അയാൾ ആ സമയത്ത് പറയാണ്, ഉരീദു അൻ യുശ്രികനി മുഹമ്മദും മഅഹു ഫിൻ നുബുവതി കമാ അശറക മൂസ അഖീഹി ഹാറൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നുബുവത്തിൽ ഹാറൂൻ നബിയെ കൂടെ കൂട്ടിയതുപോലെ മുഹമ്മദ് നബി താങ്കൾ എന്നെയും നുബുവത്തിൽ കൂടെ കൂട്ടണം, അഥവാ എന്നെ പ്രവാചകനാക്കണം എന്ന് ആ സമയത്ത് മുസൈലിമ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസൈലിമയുടെ സംസാരങ്ങൾ കേൾക്കാണ്. അപ്പോൾ പ്രവാചകന്റെ കയ്യിൽ ഒരു കോലുണ്ടായിരുന്നു. പ്രവാചകൻ ആ സമയത്ത് പറയാണ്, വല്ലാഹി യാ മുസൈലിമ ലഅൻ സഅൽതനി ഹാദൽ ഉർജൂനു മാ അഅതൈതുഹു ലക. മുസൈലിമ, നുബുവത്ത് പോയിട്ട് ഈ കോല് നീ എന്നോട് ചോദിച്ചാൽ ആ കോല് പോലും ഞാൻ നിനക്ക് നൽകില്ല. പിന്നെ എങ്ങനെ ഞാൻ നിന്നെ പ്രവാചകനാക്കുക, അല്ലെ എങ്ങനെ നിനക്ക് നുബുവത്ത് കിട്ടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പറയണത്. അപ്പൊ നുബുവത്തിൽ പ്രവാചകൻ കൂടെ കൂട്ടാത്തത് കൊണ്ട്, പ്രവാചകൻ നുബുവത്തിൽ പങ്കാളിയാക്കാത്തത് കൊണ്ട് ദേഷ്യം വന്ന് ബൈഅത്ത് ചെയ്യാതെ നേരെ യമാമയിലേക്ക് മുസൈലിമ പോവുകയാണ്. എന്നിട്ട് യമാമയിലെത്തി അദ്ദേഹത്തിന്റെ ഗോത്രക്കാരോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പ്രവാചകനായി അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ബൈഅത്ത് ചെയ്യണം. യമാമയിലുള്ള ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അത് വിശ്വസിച്ചുകൊണ്ട് മുസൈലിമയെ പ്രവാചകനായിക്കൊണ്ട് അംഗീകരിച്ചു. എന്നിട്ട് മുസൈലിമ മദീനയിലേക്ക് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് എഴുതുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ മുസൈലിമ കൊണ്ടുവരുന്നൊരു വാക്യമുണ്ട്. മുസൈലിമ പറയാണ്, മിൻ മുസൈലിമത്തി റസൂലില്ലാ ഇലാ മുഹമ്മദ് റസൂലില്ലാ. മുസൈലിമ എന്ന അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് കത്തെഴുതുന്നു. മുസൈലിമ എന്ന പ്രവാചകൻ മുഹമ്മദ് എന്ന പ്രവാചകനിലേക്ക് കത്തെഴുതുന്നു എന്നാണ് ആ കത്തിൻ്റെ തുടക്കത്തിൽ മുസൈലിമ കൊണ്ടുവന്നത്. എന്നിട്ട് മുസൈലിമ ആ കത്തിൽ സൂചിപ്പിക്കാണ്, നമുക്ക് ഇസ്ലാമിക ഭരണം 2ആയി വിഭജിക്കാം, ഒരു ഭാഗം ഞാൻ നോക്കാം, ഒരു ഭാഗം താങ്കൾ നോക്കിക്കോ എന്ന രൂപത്തിൽ. കാരണം മുസൈലിമയുടെ ലക്ഷ്യം അധികാരമാണ്, മുസൈലിമയുടെ ഉദ്ദേശം സമ്പത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിക ഭരണം 2ആയി വേർതിരിച്ചുകൊണ്ട് 2ആയി വിഭജിക്കാം, ഒരു ഭാഗം ഞാനും ഒരു ഭാഗം താങ്കളും നോക്കിക്കോ എന്ന രൂപത്തിൽ മുസൈലിമ കത്ത് അവസാനിപ്പിക്കാൻ. അപ്പൊ ഈ കത്ത് കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസൈലിമക്ക് തിരിച്ച് കത്തെഴുതുന്നത് എങ്ങനെയെന്നറിയോ? പ്രവാചകൻ പറയാണ്, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിൽ പറഞ്ഞത്, മിൻ മുഹമ്മദി റസൂലില്ലാ ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്. മുഹമ്മദ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ മുസൈലിമ എന്ന പെരുങ്കള്ളനായ വ്യക്തിയിലേക്ക് എഴുതുന്നത്. ആ സമയത്താണ് മുസൈലിമക്ക് മുസൈലിമത്തുൽ കദ്ദാബ്, പെരുങ്കള്ളനായ മുസൈലിമ എന്ന പേര് കിട്ടണത്. അപ്പൊ മുഹമ്മദ് എന്ന പ്രവാചകൻ
മുസൈലിമ എന്ന പെരുങ്കള്ളനിലേക്ക് എഴുതുന്ന കത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. എന്നൊരു പ്രവാചകൻ പറയുന്നുണ്ട്, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് താങ്കൾ അംഗീകരിക്കണം, താങ്കൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കത്തിന്റെ അവസാനം പ്രവാചകൻ സൂറത്ത് അഅറാഫിന്റെ 128-ാമത്തെ ആയത്ത് പ്രവാചകൻ പറയണം. എന്താണ് ആയത്ത്? ഇന്നൽ അർള ലില്ലാഹ് യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന ആയത്ത് പ്രവാചകൻ അവിടെ സൂചിപ്പിക്കാണ്. പ്രവാചകൻ പറയണ, തീർച്ചയായും ഭൂമി അള്ളാഹുവിൻ്റെതാകുന്നു. ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായും ഭൂമി അള്ളാഹുവിൻ്റെതാകുന്നു. യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിൻ്റെ അവകാശപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം മുത്തഖീങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്നത്. അപ്പം മുസൈലിമ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, മുസൈലിമ പ്രവാചകനാണ് എന്ന ആളുകൾ അംഗീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മുസൈലിമ ഖുർആനിനെ പോലെ ചില ആയത്തുകളൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് വൽഫീൽ വമാ അദ്റാക മൽഫീൽ ലഹു സല്ലൂമുൻ തവീൽ. എന്താണ് അതിൻ്റെ അർത്ഥം ചോദിച്ചാൽ, വൽഫീൽ ആന, വമാ അദ്റാക മൽഫീൽ, എന്താണ് ആന നിനക്കറിയോ? എന്നാൽ അദ്ദേഹം പറയാണ് ലഹു സല്ലൂമുൻ തവീൽ, അതിന് നീണ്ട തുമ്പിക്കൈയൊക്കെ ഉണ്ട്. അപ്പൊ ഖുർആനിന് പകരമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ചില വചനങ്ങളാണ്. അങ്ങനെ ചില വചനങ്ങളൊക്കെ മുസൈലിമ കൊണ്ടുവന്നിട്ടുണ്ട് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അന റഹ്മാനുൽ യമാമ, ഞാൻ യമാമയിലെ റഹ്മാനാണ് എന്നും മുസൈലിമ വാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ശക്തമായിക്കൊണ്ട് അപകടകരമായ വാദങ്ങൾ മുസൈലിമ പറഞ്ഞപ്പോൾ മുസൈലിമക്ക് നേരെ ആദ്യമായിക്കൊണ്ട് യുദ്ധം നടത്തുന്നത് ഇസ്ലാമിലെ ശക്തനായ കുതിരപ്പടയാളി ഇക്രിമ റളിയല്ലാഹു അൻഹുവാണ്. എന്നാൽ ആ യുദ്ധത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു മുസൈലിമക്ക് നേരെയുള്ള യുദ്ധത്തിൽ സ്വഹാബികളെ 2 ടീമാക്കി. അതിൽ മുഹാജിറുകളുടെ നേതാവായിക്കൊണ്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെയും അൻസാറുകളുടെ നേതാവായിക്കൊണ്ട് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിക്കാണ്. ഹിജറ 12-ാം വർഷം യമാമ യുദ്ധം. ശക്തമായ പോരാട്ടം നടക്കുകയാണ്. എന്നാൽ ആ യുദ്ധത്തിൽ മുഹാജിറുകളുടെ നേതാവായ സാബിത്ത് റളിയല്ലാഹു അൻഹും അൻസാറുകളുടെ നേതാവായ സാലിം റളിയല്ലാഹു അൻഹും മരണപ്പെടുകയാണ്. സാലിം റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പതാക ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഏൽപ്പിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ സയ്യിദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പതാക ഏറ്റെടുത്ത് പിന്നീടും ശക്തമായ പോരാട്ടങ്ങൾ നടന്നു. ആ യമാമ യുദ്ധത്തിൽ മുസൈലിമ മരണപ്പെടുകയാണ്. മുസൈലിമയെ വധിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ വഹ്ശി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആരാണ് വഹ്ശി എന്ന് ചോദിച്ചാൽ ഹിജറ 3-ാം വർഷം ഉഹുദിൻ്റെ രണഭൂമിയിൽ ഈ വഹ്ശി തന്നെയാണ് പ്രവാചകന്റെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. അന്ന് വഹ്ശി മുസ്ലിം ആയിരുന്നില്ല, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാണ്. അദ്ദേഹം അടിമയായിരുന്നു. അപ്പൊ അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ് പറയാണ്, വഹ്ശി, ഉഹുദിന്റെ രണഭൂമിയിൽ നീ ഹംസയെ വധിച്ചാൽ നീ സ്വതന്ത്രനാണ്. വഹ്ശിന്റെ കണ്ണിലാകുള്ളത് എന്താണ്? സ്വതന്ത്രനാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വതന്ത്രനാകുക എന്നുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ആര്? ഹിന്ദ്. എന്ത് ചെയ്താൽ മതി? ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചാൽ മാത്രം മതി. ഹിന്ദിനാണെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് തീരാത്ത പകയുണ്ട്. കാരണം ബദറിന്റെ രണഭൂമിയിൽ ഹിന്ദിന്റെ പിതാവായ ഉത്ബയെ വധിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് തീരാത്ത പകയാണ്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുക എന്നുള്ള ദൗത്യം ഏൽപ്പിക്കുന്നത് വഹ്ശിയായിരുന്നു. വഹ്ശി പറയുന്നുണ്ട്, ഉഹുദിന്റെ രണഭൂമിയിൽ ഞാൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്തിട്ടില്ല. കാരണം നേരെ ചെന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഒരാൾക്കുമില്ല. അത്രത്തോളം ശക്തനായ പോരാളിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. വഹ്ശി പറയുന്നുണ്ട്, ഞാൻ പാറക്കെട്ടുകൾക്ക് ഇടയിൽ ഞാൻ ഒളിച്ചിരുന്നു. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റക്ക് കിട്ടിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുളി കൊണ്ട് ഞാൻ എറിഞ്ഞു. ആ ചാട്ടുളി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ച്
അദ്ദേഹം അവിടെ വെച്ച് ഷഹീദാകുകയാണ്. പിന്നീട് ഈ വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ഖേദമുണ്ടായിരുന്നു. ഹംസയെ കൊന്ന ആൾ എന്ന രൂപത്തിലാണ് പല ആളുകളും അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ പേരൊന്ന് മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ എക്കാലഘട്ടത്തിലെയും ഒരു സ്വപ്നമായിരുന്നു. അതിന് പിന്നീട് അവസരം ലഭിക്കുകയാണ്. യമാമ യുദ്ധത്തിൽ മുസൈലിമ എന്ന കള്ളപ്രവാചകനെ ചാട്ടുള്ളി കൊണ്ട് എറിഞ്ഞു കൊല്ലുന്നത് ആരാണ്? ഈ വഹ്ശി തന്നെയാണ്. വഹ്ശി പിന്നീട് പറയുന്നുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ ചാട്ടുള്ളി കൊണ്ടാണ് കള്ളപ്രവാചകനായ മുസൈലിമയെയും ഞാൻ വധിക്കുന്നത്. പിന്നീട് ചരിത്രം അദ്ദേഹത്തിന്റെ പേര് മാറ്റി മുസൈലിമയെ കൊന്ന വ്യക്തി എന്ന രൂപത്തിലേക്ക് വഹ്ശിയെ പിന്നീട് ചരിത്രം വിളിച്ചിട്ടുണ്ട്. പിന്നെ സൂചിപ്പിച്ചു വന്നത് കള്ളപ്രവാചകനായ നുബൂവത്ത് വാദിച്ച രണ്ടാമത്തെ വ്യക്തിയായിരുന്നു മുസൈലിമത്തുൽ കസാബ് എന്നുള്ള വ്യക്തി. ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വിവരണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എപ്പിസോഡുകളിൽ നുബൂവത്ത് വാദിച്ച ചില ആളുകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അത് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.